നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിന്ന് നാട്ടിലെത്തിയ പ്രവാസിയെ കാണാനില്ലെന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ അട്ടപ്പാടി അഗളി സ്വദേശി അബ്ദുൾ ജലീലാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വീട്ടിലെത്താതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടതായുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിദേശത്ത് നിന്ന് എത്തിയ ഇയാളെ കഴിഞ്ഞ ദിവസമാണ് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജലീലിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മുങ്ങിയ യുവാക്കളെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ കസ്റ്റഡിയിലെടുത്തതായാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആക്രമിച്ചതിനു ശേഷം അബ്ദുൾ ജലീലിനെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണെന്ന സൂചനയും പോലീസിനുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ജലീലിനെ ആശുപത്രിയിൽ എത്തിച്ചത് 3 യുവാക്കൾ ചേർന്നാണെന്ന് നേരത്തെ ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയിരുന്നു. ജലീലിനെ മർദ്ദിച്ച് ഇവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനവും. ജലീലിന്റെ തലക്കേറ്റ പരിക്ക് അതീവ ഗുരുതരമായിരുന്നു. മാത്രമല്ല ദേഹത്ത് നിരവധി മുറിവുകളും ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അബ്ദുൾ ജലീൽ മരണപ്പെട്ടത്. ഈ മാസം 15-നാണ് ജലീൽ ജിദ്ദയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി എത്തിയത്. കൂട്ടിക്കൊണ്ടുപോകാൻ നാട്ടിൽ നിന്ന് എത്തിയവരെ ജലീൽ മടക്കി അയക്കുകയായിരുന്നു. മറ്റു സുഹൃത്തുക്കളുടെ കൂടെ വരാമെന്നായിരുന്നു ജലീലിന്റെ മറുപടി. 2 ദിവസത്തിനുള്ളിൽ താൻ വീട്ടിൽ എത്തുമെന്ന് പറഞ്ഞ് ജലീൽ വീഡിയോ കോൾ ചെയ്തിരുന്നു എന്നാണ് ഭാര്യ മുബഷീറ പറയുന്നത്. പക്ഷേ ചൊവ്വാഴ്ചയായിട്ടും ജലീൽ വീട്ടിലെത്താത്തതിനെ തുടർന്ന് കുടുംബം അഗളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ പരാതി നൽകിയതിന്റെ പിറ്റേ ദിവസം ജലീലിന്റെ ഫോണിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു എന്നും പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്നും ഭാര്യ പറയുന്നു. പരാതി പിൻവലിച്ചതോടെ അടുത്ത ദിവസം വീട്ടിൽ എത്താമെന്ന് പറഞ്ഞുവെങ്കിലും തിരിച്ചെത്തിയില്ല. പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് യുവാവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റാരോ ആണ് എന്നും ജലീലിന്റെ കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. പിന്നീട് ചൊവ്വാഴ്ച രാവിലെയാണ് ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ് എന്നുമുള്ള അജ്ഞാത ഫോൺ കോൾ വരുന്നത്. ജലീലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കാര്യം വീട്ടിലേക്ക് സാറ്റലൈറ്റ് ഫോൺ വഴിയാണ് ആരോ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ വീട്ടുകാർ കണ്ടത് തലയ്ക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സാരമായി പരിക്കേറ്റ ജലീലിനെയാണ്. മർദ്ദിച്ചതിന്റെ പാടുകളും ജലീലിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. മുൻപ് ഒരു തരത്തിലും ഒരു കേസിലും ജലീൽ പെട്ടിട്ടില്ലെന്നാണ് ഭാര്യ മുബഷീറ പറയുന്നത്. എന്തായാലും പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവർ കസ്റ്റഡിയിലിരിക്കെ പ്രവാസിയുടെ മരണത്തിലെ ദുരൂഹതകൾ ഉടൻ തന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസ് സംഘം. മാത്രമല്ല സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട സംശയം നിലനിൽക്കുന്നതിനാൽ ആ വഴിയാകും അന്വേഷണം പ്രധാനമായും നീളുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.